നമസ്കാരം. പ്രേക്ഷകർക്കെല്ലാം ഭാരത് ലൈവിൻ്റെ ഓണാശംസകൾ. നമ്മളൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? എല്ലാ വർഷവും ഒരുപോലെ തന്നെ പുതിയ ഡ്രസ്സ് മേടിച്ചിടും, മുറ്റത്ത് അത്തപ്പൂക്കളമൊരുക്കും, വാഴയില വെട്ടി ഉച്ചയ്ക്ക് നല്ല സദ്യ, എല്ലാ വിഭവങ്ങളുമായി, എല്ലാ കറികളുമായി ഒരു ഗംഭീര സദ്യ. പറ്റുമെങ്കിൽ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, 4 ഓണവും നമ്മൾ തകർത്ത് ആഘോഷിക്കും അല്ലേ? പക്ഷേ ഇതിലൊന്നുമല്ല കാര്യം. ടൂർ പോകുന്നതിലോ ഓണക്കാലത്ത് കറങ്ങി നടക്കുന്നതിലോ അല്ലെങ്കിൽ നഗരമൊന്ന് ചുറ്റിക്കാണുന്നതിലോ ഒന്നുമല്ല ഓണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ വാർത്താ ചാനലുകളിലെ ക്യാമറാമാൻമാർ. നമ്മുടെ ന്യൂസ് ചാനലുകളിൽ വാർത്ത വരുമ്പോൾ നിങ്ങൾക്ക് ആ വാർത്ത വായിക്കുന്ന ന്യൂസ് റീഡറെ അല്ലെങ്കിൽ ആ ആങ്കറിനെ നിങ്ങൾക്ക്, ജേർണലിസ്റ്റിനെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാക്കും. പക്ഷേ അതിന് പിന്നിൽ, ആ വാർത്തയ്ക്ക് പിന്നിൽ ക്യാമറ ചലിപ്പിക്കുന്ന എത്ര ദൃശ്യമാധ്യമ ക്യാമറാമാൻമാരെ നിങ്ങൾക്ക് നേരിട്ടറിയാം, അല്ലെങ്കിൽ പേരെടുത്തറിയാം? കുറേ പേരെയൊക്കെ അറിയാമായിരിക്കും. കാരണം വർഷങ്ങളായി ഈ ക്യാമറ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ന്യൂസ് ക്യാമറ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന നിരവധി ക്യാമറാമാൻമാരുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്തും. ഒരുപാട് ന്യൂസ് ക്യാമറമാരുണ്ട്, കഴിവുറ്റവർ. പേരെടുത്ത് പറയുകയാണെങ്കിൽ അമൃത ടി വിയിലെ രാജേഷ്, PM ബിജുകുമാർ, കൈരളി ടി വിയിലെ വനിതാ ക്യാമറ വുമണായ ഷജീല, അനുപമ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ തെരുവിയം, അങ്ങനെ നിരവധി, ഏഷ്യാനെറ്റിലെ തന്നെ ശ്യാമ്, അങ്ങനെ ഒരുപാട് ക്യാമറമാന്മാർ. മാതൃഭൂമിയിലെ ബിജു ഭാസ്കർ, ബിജുകുമാർ, ബിജു അമൃത, അതുപോലെ തന്നെ സുജിത്ത്, അങ്ങനെ നിരവധി ക്യാമറമാർ, സജി, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇവർ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. കാരണം എല്ലാവരും തിരുവനന്തപുരത്തെ ഓരോരോ വാർത്ത ഉറവിടം ഉണ്ടാകുന്ന, വാർത്ത ഉണ്ടായി വരുന്ന ആ സ്ഥാനത്ത്, ആ പ്രദേശത്ത്, ആ ഭാഗത്ത് പോയി വാർത്തകൾ ചിത്രീകരിക്കുന്നവരാണ്. ഇങ്ങനെ നിരവധി ക്യാമറമാർ നമുക്ക് പരിചയമുള്ളവരുണ്ട്, പരിചയമല്ലാത്തവരുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കൂടി ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിച്ചു. എങ്ങനെയാണെന്നല്ലേ? തിരുവനന്തപുരത്തെ അമ്മ വീട് കെയർ ഹോമിൽ ആരോരുമില്ലാത്ത കുറേ അമ്മമാർക്ക് വേണ്ടി അവർ തങ്ങളുടെ ഒരു ദിവസം, തിരക്കേറിയ ഒരു വെള്ളിയാഴ്ച അങ്ങ് മാറ്റിവെച്ചു. എല്ലാ ക്യാമറമാരും ഒത്തുചേർന്ന ക്യാമറ കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ. മുഖ്യ അതിഥികളെ എത്തിയത് ഏവരെയും ഞെട്ടിക്കും. മുതിർന്ന IAS ഓഫീസറായ രാജമാണിക്യവും അദ്ദേഹത്തിൻ്റെ പത്നി ഇൻസ്പെക്ടർ ജനറലായ R നിശാന്തരിയും, ഒപ്പം അവരുടെ മകനുമുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി അമ്മമാരുടെ വിഷമങ്ങളെല്ലാം മാറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. എന്താണ് ഓണം, എന്താണ് പഴയ ഓണം, ഇതെല്ലാം അവിടെ ഈ അമ്മമാരുടെ മനസ്സിൽ ഓർമ്മകളായി തിരിച്ചു വന്നെങ്കിൽ അതിന് കാരണക്കാർ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ന്യൂസ് ക്യാമറമാർ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ അമ്മ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഞങ്ങളുടെ ചാനൽ കൂട്ടായ്മയിൽ അംഗങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഒപ്പം രാജമാണിക്യ സാറും എത്തിയതിലുള്ള സന്തോഷവും ഈ ഒരു വേദിയിൽ വെച്ച് അറിയിക്കുകയാണ്. രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുടുംബമുണ്ട്. ഇത് ഇരട്ടി മധുരം നൽകുന്നത് എന്തെന്ന് വെച്ചാൽ കുടുംബത്തോടൊപ്പം വന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ കുടുംബത്തോടൊപ്പം എത്തി വിഷമമൊക്കെ വന്നിട്ടുണ്ട്. അത് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം എന്തെങ്കിലും തിരക്ക് കാരണം വിട്ടുപോയാൽ തന്നെ അപ്പോൾ അമ്മയ്ക്ക് അന്ന് ഭയങ്കര വിഷമമാവും. അപ്പോൾ തലേ ദിവസം എന്നോട് വിളിച്ചു. ഞാൻ ഒരു 9 മിനിറ്റ് അമ്മയോട് സംസാരിച്ചു. സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോടം നമ്മുടെ അടുത്തെത്തി. പ്രമുഖ ചാനലിൽ പ്രവർത്തിക്കുന്ന
അവന്റെ കയ്യിലെടുത്തോ വഴി മാറി സൈഡ് 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 അവന്റെ കയ്യിലെടുത്തോ വഴി മാറി സൈഡ് 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 ഓണം ചെയ്തിട്ടുണ്ടാവും പാചകം ചെയ്യാനും പാചകം ചെയ്യും മുമ്പ് അതിനുള്ള ഒരുക്കങ്ങളും പലപ്പോഴും പാചകം ക്യാമറ ഇപ്പുറത്തായി ഇവിടെ ഇവിടെ ഇവിടെ
ആർക്ക് അമ്മേരെ കൂടെ അമ്മ ഒന്നുകൂടി കൊടുത്താൽ അല്ല അത് സാറിന് അത് മുണ്ട് അത് സാറിന് മഞ്ഞപ്പൊടി സന്തോഷം നൽകുന്ന കാഴ്ചയാണിത്. സ്നേഹം മാത്രം. നമ്മുടെ കൈ നിൽക്കുന്നു ഇതിരുന്ന കുറച്ച് അമ്മമാരും കൂടെ അമ്മ കെയർ ഹോമിനകത്തുണ്ട്. അവർക്കും കൂടി പൊന്നാട നേരിട്ട് ഇതിരുന്ന കുറച്ച് അമ്മമാരും കൂടെ അമ്മ കെയർ ഹോമിനകത്തുണ്ട്. അവർക്കും കൂടി പൊന്നാട നേരിട്ട് കേട്ടോ കേട്ടോ സന്തോഷമായിട്ട് ഹാപ്പി ഓണം. അതുകൂടെ ബിജു ഇതിനകത്തുണ്ട് അമ്മ ഒന്നുകൂടി കൊടുത്താൽ അല്ല അത് സാറിന് അത് മുണ്ട് അത് സാറിന്
മഞ്ഞപ്പൊടി നോക്കും കൂടെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും. ഒരുപാട് ഓണങ്ങളുണ്ട്, ഒരുപാട് ഓണസദ്യകളുണ്ട്. എൻ്റെ കുടുംബം രാജമാണിക്യം IAS അവர்களுം എൻ്റെ അമ്മ ഇന്നത്തെ വിശിഷ്ടാതിഥികളായ പ്രിയപ്പെട്ട അമ്മമാരെല്ലാവർക്കും നമസ്കാരം.